ശ്രീ ശിവശങ്കർ, നേരത്തെ കെ ഹരിദാസ് ഒരു പരിഭവം പങ്കുവച്ചു ഇവിടെ. അത് ഹരിദാസിൻ്റെ പരിഭവം മാത്രമല്ല, പൊതുവെ കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കേരളത്തിൽ ഇ ഡി അന്വേഷിക്കുന്ന കേസുകൾക്ക് എന്താണ് ഒരു പരിസമാപ്തി ഇല്ലാതെ പോകുന്നത്? ഇപ്പോൾ നോക്കൂ, സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ ഡോളക്കടത്ത് കേസ്, കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചു, ഇതിനൊരു അവസാനം വേണ്ടേ? ഇങ്ങനെ അന്വേഷണം എന്ന് പറഞ്ഞ് പോയാൽ മതിയോ? കേജ്രിവാളിൻ്റെ 9 തവണ സമൻസ് അയച്ചു, അവസാനം ഇ ഡി അങ്ങോട്ട് പോയി തൂക്കി. ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണല്ലോ കേജ്രിവാളുള്ളത്. മാത്രമല്ല, ഹേമന്ത് സോറൻ്റെ അവസ്ഥ, ഒരുപാട് പേരെ ഇ ഡി ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഈ സ്വർണ്ണക്കടത്ത് കേസിലും അതുപോലെ ഡോളർ കടത്ത് കേസിലുമൊക്കെ മുഖ്യപ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൈവശം തെളിവുണ്ട്, ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹമാണ് സൂത്രധാരൻ എന്ന് പലവരും പറഞ്ഞിട്ടും ഒരു മാനനഷ്ടത്തിനൊരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല പിണറായി വിജയനും കുടുംബവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ട് ഇ ഡി അന്വേഷണത്തിന് ഒന്നും ഒരു ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ല എന്ന്? ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള ആ കേസിൽ തന്നെ നോക്കൂ, ഇപ്പോൾ ഉള്ള മന്ത്രി പി രാജീവിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ഇ ഡി തന്നെ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. മൊയ്തീൻ്റെ എത്രയോ കോടിയുടെ സ്വത്ത് കണ്ടെത്തിയല്ലോ, എത്രയോ ലക്ഷത്തിൻ്റെ സ്വത്ത് കണ്ടെത്തി. പിന്നെ അവിടെ പ്രാദേശിക നേതാവായിട്ടുള്ള അനൂപ് ഡേവിസ് കാട, ഇവരുടെയൊക്കെ പങ്കാളിത്തം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അന്വേഷണം അങ്ങോട്ട് പോകുന്നില്ല. എന്തുകൊണ്ട് എന്ന് സ്വാഭാവികമായി ജനങ്ങൾ ചോദിക്കുന്നു. ഇ ഡി എന്തുകൊണ്ട് കേരളത്തിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇതൊന്നും എവിടെയും എത്താത്തത്? അതുകൊണ്ടല്ലേ ഡോക്ടർ ജയരാജനെ പോലുള്ളവർ വരട്ടെ, ഇത് എവിടെ എത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം, അതിര് കടന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന് വേദിയൊരുക്കി കൊടുക്കുന്നത്? ശ്രീ ശിവശങ്കർ. ശ്രീ അനിൽ, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് കൂടിയുള്ള ഉത്തരം ഞാൻ നൽകാം. ഞാൻ മറ്റ് ഹരിദാസും അതുപോലെ തന്നെ ജയരാജും ചോദിച്ച അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളുടെ ഉത്തരം എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടും അവർ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടും ആ ചിട്ടപ്രകാരം തന്നെ വരാമെന്ന് വിശ്വസിക്കുന്നു. അത് കാരണം അദ്ദേഹം ആദ്യം സമയം ശരിയായില്ല, ഫ്ലിംസി ഗ്രൗണ്ട്, അന്വേഷണം ട്രാൻസ്പെറന്റ് അല്ല, അതുപോലെ തന്നെ എന്തുകൊണ്ട് റോ വരുന്നില്ല, 4 സ്വർണ്ണക്കടത്ത് കേസ് എന്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. 5 അന്വേഷണം നടക്കണം, പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. 6ാമതാണ് ഹരിദാസ് കരുവന്നൂർ വിഷയവും എന്തുകൊണ്ടാണ് നടക്കുന്നില്ല. ഇപ്പോൾ ബാക്കിയുള്ള അങ്ങ് ചോദിച്ച പോലെ കൺവിൻഷൻ റേറ്റും അതുപോലെ തന്നെ ഇ ഡി എന്തുകൊണ്ടും ഡിലേ ആവുന്നു എന്നുള്ള കാര്യം. ഈ 7 കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് പറയാം. എന്റെ സമയക്രമം അനുസരിച്ച് പറ്റാവുന്നത്ര ചുരുക്കി പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഇവരെ പറയുന്നത്, ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു തുടങ്ങിയത്, ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്വേഷണം നടത്തിയത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കേജ്രിവാളിനെ ആയാലും ഈ ഇ ഡിയുടെ ആയാലും SFIയുടെ ആയാലും അറസ്റ്റുകളും അന്വേഷണവും പാടില്ല എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് നടക്കുന്ന കേസുകൾ എക്കോ വരുന്നുണ്ടോ? ഒന്ന് കറക്റ്റ് ചെയ്തേക്ക്. കേസുകൾ അന്വേഷിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അന്വേഷണം പാടില്ല എന്ന് ഉത്തരവ് കോടതിയുടേതായിട്ടോ ഭരണഘടനയിലോ ഉണ്ടോ? അതല്ലെങ്കിൽ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ വരുന്ന അധികാരികളുടെ ഉത്തരവ് മാത്രം നോക്കിക്കൊണ്ട് തങ്ങളുടെ അന്വേഷണം മാറ്റിവെക്കാമെന്നും അങ്ങനെ ഭരണത്തിന് പൂർണ്ണമായി അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് പൂർണ്ണമായി അടിയറവ് പറയുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെയും അന്വേഷണ രീതിയെയുമാണോ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഈ ഭാരതത്തിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നതും? അതല്ലല്ലോ. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ എപ്പോഴും, അത് തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലായാലും അല്ലെങ്കിലും അന്വേഷണത്തിന്റെ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയം ഇടപെടരുത് എന്നുള്ള ന്യായമാണ് സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗമാണ്. അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് രംഗത്തിൽ ഇത്തരത്തിൽ കള്ളപ്പണം ഏറ്റവും കൂടുതൽ വരുമ്പോൾ അത് പിടിക്കാൻ പറ്റില്ലല്ലോ. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ കള്ളപ്പണം വരുന്നത്. കള്ളപ്പണത്തിന് പിടിക്കാറുമുണ്ട്. അപ്പൊ തിരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്, അത് ജനാധിപത്യത്തെ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്പണം മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ പിടിക്കാതായാൽ എങ്ങനെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് നടക്കുക? അപ്പൊ അത് ഒരു ലോജിക്കല്ല, അത് ശരിയല്ല. അത് ഈ കാലഘട്ടത്തിലാണ് അന്വേഷണം വരേണ്ടത്. കാരണം ഇത്തരത്തിൽ 5 വർഷം കൊണ്ട് സമ്പാദിച്ച പണങ്ങളാണ്
അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം യഥാർത്ഥത്തിൽ നടക്കേണ്ടത് ആ കാലഘട്ടത്തിലാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അന്വേഷണങ്ങൾ നിർത്തുകയല്ല, കള്ളപ്പണത്തിന്റെയും അതുപോലെ തന്നെ ഈ ഈ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ അത് സംസ്ഥാനത്തെയും ആ തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കുമെങ്കിൽ അത് ആണ് മുന്നോട്ട് വെക്കേണ്ടത്, അത്തരം തെരഞ്ഞെടുപ്പുകളെയാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെസ് ശിവശങ്കർ, തുടരാം. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ ഫിംസി ഗ്രൗണ്ട് ആണ് കാരണമെങ്കിൽ എന്തുകൊണ്ടാണ് എക്സാലോജിക്ക് പൂട്ടാനുള്ള കാരണം? അത് ലാഭകരമായി നടത്തിയിരുന്ന സംഘടനയാണല്ലോ. എങ്ങനെയാണ് നഷ്ടം വന്നത്? അവിടെ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു? ആ തൊഴിലാളികൾക്ക് എത്ര ശമ്പളം കൊടുത്തിരുന്നു? അവിടെ ഇരുന്ന എത്ര തൊഴിലാളികളാണ് ഇന്ന് പുറത്ത് വർക്ക് ചെയ്യുന്നത്? ഈ ഡീറ്റെയിൽസ് തരാൻ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഉത്തരവാദിത്തമുള്ള സംരംഭകയ്ക്കോ എന്തുകൊണ്ട് നടന്നില്ല? അവിടെ പറഞ്ഞിരുന്നത്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്, എന്റെ ഭാര്യയുടെ പെൻഷന് ശേഷം കിട്ടിയ ഒരല്പം പണം കൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനം എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്കറിയില്ല, ബാംഗ്ലൂര് അത്തരത്തിൽ നമ്മൾ കണ്ട എക്സാലോജിക്കിന്റെ ഒരു ഓഫീസ് കിട്ടണമെങ്കിൽ മിനിമം 2 കോടിയെങ്കിലും അതിന് ഓഫീസിന്റെ ഗ്യാരണ്ടി കൊടുക്കേണ്ടി വരും, അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. അതിന്റെ ഒരു വളരെ മനോഹരമായ അതിന്റെ ഇന്റീരിയർ ഡെക്കറേഷൻ ഒക്കെ മിനിമം അതിനും 1-2 കോടി രൂപ വരും. അപ്പൊ ഇത്തരത്തിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അവിടെ ഒരു തൊഴിലാളികൾക്ക് ഒരു ശമ്പളവും കൊടുക്കാതെ നിസ്സാരമായ ശമ്പളം മാത്രം കൊടുത്തിട്ടും ഇത്ര വലിയ പണം മാത്രം നഷ്ടപ്പെട്ടു വന്നത്? ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാനത്ത് ജനങ്ങളോട് പറയേണ്ടി വരും. എന്നിട്ട് അദ്ദേഹം അടുത്ത പറയുന്നത്, അന്വേഷണം ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ട്രാൻസ്പെറന്റ് ആയിരിക്കണമെന്ന് ഇവർ പറയുന്നത് EDയുടെയും SFIയുടെയും അന്വേഷണത്തിന്റെ ഓരോ കാലഘട്ടത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥർ AKG സെന്ററിൽ പോയി അനുമതി മേടിക്കണമെന്നാണോ, അങ്ങോട്ട് റിപ്പോർട്ട് എത്തിക്കണമെന്നാണോ? അവർ വേണ്ട സ്ഥലത്ത് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അന്വേഷണം ട്രാൻസ്പെറന്റ് ആണോ അല്ലേ എന്ന് ഇവരാരാ നിശ്ചയിക്കാൻ? ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ ജനങ്ങളുടെ നമുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഇവർ ധരിച്ചുകൊണ്ട് ട്രാൻസ്പെറന്റ് ആയിരിക്കണം, എന്നിട്ടാണ് ആരാണ് കുറ്റക്കാരനെന്ന് സംശയം വയ്ക്കുകയും ചെയ്യും. അന്വേഷണം നടത്തിയാലല്ലേ കുറ്റക്കാരൻ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അന്വേഷണം രഹസ്യമായിട്ട് നടത്തേണ്ടത് രഹസ്യമായിട്ട് നടത്തണം. അതിന്റെ എന്താണോ അന്വേഷണത്തിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗം എന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ തെളിവ് എന്നുള്ളതും എല്ലാം ആ അന്വേഷണത്തിന്റെ ഭാഗമായി അതിന്റെ സീനിയർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ കോടതിയിലോ കൊണ്ടേ കൊടുക്കണം. അത് നിത്യവും ഇവിടുത്തെ AKG സെന്ററിലോ അല്ലെങ്കിൽ ഇത്തരത്തെ TV ചർച്ചകളിലോ നമുക്ക് തന്നെ വന്ന് വാശി പിടിക്കാമോ? നിഷ്കളങ്കമായ ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ഒരു ധാരണയെ അല്ലെങ്കിൽ ജനങ്ങളുടെ അവർക്ക് അറിയുന്ന കാര്യങ്ങളെ മറച്ചു വെക്കാനും അവരുടെ ചിന്തകളെ തിരിച്ചുവിടാമെന്നും വിശ്വസിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത കാര്യമാണ് ഈ ED കേസ് പോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസ് എന്തായി? സ്വർണ്ണക്കടത്ത് കേസ് എന്തായെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. സ്വർണ്ണക്കടത്ത് കേസിന് ഇതിലും കൂടുതൽ എന്താവാനാണ്? ആലോചിച്ച് നോക്കൂ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ തന്നെ അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയാകുവാൻ പോയപ്പോൾ തന്റെ കൂടെ രാഷ്ട്രീയക്കാരെയല്ല കൂട്ടിയത്, ശിവശങ്കരനെ, ശിവശങ്കരനെ, പേര് പറയുമ്പോൾ സൂക്ഷിച്ചു പറഞ്ഞല്ലോ, ശിവശങ്കരനെ കൂട്ടിയാണ് ഗവർണറെ കാണാൻ പോയത്, വേറെ ആരെയുമല്ല. അപ്പൊ ഏറ്റവും വിശ്വസ്തനായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ എടുത്ത് അറസ്റ്റ് ചെയ്തിട്ടും അത് പറയുകയാണ് എന്തായി എന്ന്. സത്യത്തിൽ ഒരല്പം രാഷ്ട്രീയ ബോധവും അല്ലെങ്കിൽ രാഷ്ട്രീയമായുള്ള ഒരു മൂല്യബോധവും ഉണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ഏറ്റവും മിനിമം കടമ, സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ട് ഈ വലിയ കള്ളക്കടത്തിന് കൂട്ടുനിന്നിട്ട് മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരണപരമായ ഒരു ജ്ഞാനവുമില്ല, കൺട്രോൾ ഇല്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ തന്നെ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ വഞ്ചിക്കുന്നു എന്നാണ്. അദ്ദേഹം രാജിവെച്ചില്ല. തിരിച്ചാലോചിച്ച് നോക്കൂ, ഇത് പ്രൈം മിനിസ്റ്റർ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഒരു കള്ളക്കടത്തിനോ അല്ലെങ്കിൽ പോക്കറ്റ് അടി കേസിനോ പിരിച്ചെങ്കിൽ ഇവരുടെ ധാരണ, ഇവരുടെ വാചകം എന്തായിരിക്കും? ഇവരുടെ ആർഗ്യുമെന്റ്സ് എന്തായിരിക്കും? പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പിടിച്ചിരിക്കുന്നു, പ്രധാനമന്ത്രിയാണ് കുറ്റക്കാരൻ എന്ന് പറയില്ലേ CPM? അതല്ലേ ഒരു ഇന്ത്യയിലേക്ക് ധാരണ? സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി ചെയ്ത തെറ്റിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു ധാരണയില്ല, ധാർമ്മികമായ ബാധ്യതയില്ല? ഇതെല്ലാം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിലും സ്വർണ്ണക്കടത്ത് കേസിൽ എന്തു പറ്റി എന്ന് ചോദിക്കും. പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ അകത്ത് കിടന്നാലും അവർ പറയും ഇത് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു. എന്നിട്ട് അടുത്തത് ചോദിക്കുകയാണ്, UAPA ജാമ്യം കിട്ടിയ കാര്യം. അദ്ദേഹം പറയാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ജാമ്യം കിട്ടി, അത് സാധാരണ കാര്യം, പക്ഷെ UAPA കേസിൽ ജാമ്യം കിട്ടിയില്ല, സായിബാബയെ പിടിച്ചിട്ടു എന്ന്. നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? UAPA കേസും കസ്റ്റംസ് കേസും ഒരേപോലെയാണോ? കസ്റ്റംസ് കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ നിയമവശാൽ കസ്റ്റംസിന് ജാമ്യം കിട്ടുവാൻ എത്ര നാൾ പിടിക്കണം? കേസ് നിങ്ങൾക്കും അറിയാമല്ലോ എന്തായിരുന്നു അതിന്റെ ജാമ്യ വ്യവസ്ഥ എന്നും, എത്ര നാൾ കഴിഞ്ഞാൽ ജാമ്യം കിട്ടുമെന്ന്. കള്ളക്കടത്തുകാരാണോ കുറ്റക്കാര്? അത് UAPA പ്രകാരം രാജ്യത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന അർബൻ നക്സലൈറ്റ്സിനാണോ ജാമ്യം കൊടുക്കേണ്ടത്? നിങ്ങൾ തന്നെ നിശ്ചയിക്കട്ടെ. കോടതിയിലും ഇതെല്ലാം ചോദിച്ചാണല്ലോ. നമ്മളെക്കാൾ കഴിവുള്ള സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റുമാർ വാദിച്ചിട്ടും എന്തുകൊണ്ട് ജാമ്യം കിട്ടിയില്ല? UAPA കേസിന്റെ ജാമ്യ വ്യവസ്ഥ കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആണ്, അതുകൊണ്ട് UAPA കേസിന് കെട്ടില്ല.
പക്ഷെ കസ്റ്റംസിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണക്കടത്ത് കുറച്ചുകൂടി ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ്. പക്ഷെ ഇത് NIA ഇഷ്യൂ കൂടെ കുറച്ചും കൂടെ കിടക്കേണ്ടി വന്നു. അത് കാരണം അദ്ദേഹത്തിന് കൂടുതൽ നാൾ കിടക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഇപ്പൊ ജാമ്യം കിട്ടിയിരിക്കുന്നു. ഇതല്ലേ സത്യം? ഇത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഇതാ ജാമ്യം കിട്ടിയിരിക്കുന്നു, മറ്റേ കേസിൽ കിട്ടിയില്ല, അത് തെറ്റായ രീതിയിലാണെന്ന് ഇവർ പറയുന്നു. അടുത്ത കാര്യം പറയുന്നത് ഈ എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇവർ പറയുന്ന അറസ്റ്റ് ചെയ്യാൻ പോട്ടെ, ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഇവരാരെങ്കിലും വരുമോ? ഈ സംസ്ഥാനത്തെ ഫിനാൻസ് മിനിസ്റ്ററെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് എത്ര നാളായി? എങ്ങനെ വൈകാണ്ടിരിക്കും? അപ്പൊ ഈ ED കേസിലായാലും കസ്റ്റംസ് കേസിലായാലും നമുക്കറിയാം, നിരന്തരം ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ കോടതിയുടെ മറവിൽ നിന്നുകൊണ്ട് വലിയ അഡ്വക്കേറ്റുമാരെ എല്ലാം ഇറക്കിക്കൊണ്ട് കോടതിയിൽ നിന്ന് സമയം മേടിച്ചുകൊണ്ട് നിരന്തരം ഒരു ടൈം ഫ്രെയിമിനകത്ത് നിൽക്കാതെ EDയുടെ ചോദ്യം ചെയ്യലിൽ അകപ്പെടാതെ സമയം മേടിച്ചുകൊണ്ട് ഇവർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അത് കേജ്രിവാൾ ആയാലും ശരി, ഇവിടുത്തെ സംസ്ഥാനത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന തോമസ് ഐസക് ആയാലും ശരി, അതുപോലെ തന്നെ ഈ CMRL കേസിലും എക്സാലോജിക്കും എല്ലാം കോടതിയിൽ നിന്ന് നിരന്തരം സമയം വാങ്ങിച്ചുകൊണ്ട് കോടതിയുടെ പിറകിൽ നിന്നുള്ള കളിയല്ലേ കളിക്കുന്നത്. അടുത്ത കാര്യം ചോദിക്കുന്നത്, ഇവര് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ എന്താ അന്വേഷിക്കാത്തതെന്ന് അദ്ദേഹം ഒരു നിഷ്കളങ്കമായ ചോദ്യം ചോദിച്ചു. അത് അല്ല അന്വേഷിക്കുന്നത്, NIA ആണ്. NIA അന്വേഷിക്കുന്ന കേസുകളെ കുറിച്ചിട്ട് നിങ്ങളുടെ നേതാക്കളും രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞ കാര്യം അറിയാം. NIA അന്വേഷിച്ചപ്പോൾ എന്താണ് പുറത്തു വന്നതെന്ന് അറിയാം. NIA ആണ് ഇവർ ഓടിപ്പോയപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ച കാര്യവും കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആറാമത്തെ കാര്യം, ശ്രീ ഹരിദാസ് എപ്പോഴും രാഷ്ട്രീയമായി മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുമെങ്കിലും കരുവന്നൂർ കേസിൽ അദ്ദേഹം ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, ഒരുപക്ഷെ എന്നേക്കാൾ നന്നായിട്ട് ആ കേസുകൾ അദ്ദേഹം പഠിച്ച ആളാണ്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയാൻ മടിക്കും. എനിക്ക് അദ്ദേഹത്തിനോട് ആ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കരുവന്നൂർ കേസിൽ ഞാൻ ഒരൊറ്റ കാര്യം മാത്രം അദ്ദേഹത്തോട് സൂചിപ്പിക്കാം. ഒരു ബാങ്കിലെ ഒരു ബ്രാഞ്ചിൽ അതിന്റെ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുന്ന പാസ്വേഡ് സത്യത്തിൽ മറ്റുള്ള എല്ലാ ബാങ്കിലും അതിന്റെ കാഷ്യറിലോ അല്ലെങ്കിൽ അതിന്റെ സീനിയർ അക്കൗണ്ടോ ബ്രാഞ്ച് മാനേജറോ കിട്ടും. എന്നാൽ കരുവന്നൂരിലെ 2 ബ്രാഞ്ചിലും ED പറയുന്നത് അവിടുത്തെ ബ്രാഞ്ചിലെ പ്യൂണിനടക്കം അവിടുത്തെ ബ്രാഞ്ചിലെ അടിച്ചു തളിക്കാരിക്കകമുള്ള 17 പേർക്ക് ഈ മുഴുവൻ പാസ്വേഡും കൊടുത്തു. ഈ ബ്രാഞ്ചിന്റെ മുഴുവൻ അക്കൗണ്ട്സുകളും ചെക്ക് ചെയ്യാനുമുള്ള പാസ്വേഡ് കൊടുത്തിട്ട് അത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മറ്റൊരു കാര്യം പറയുന്നത്, ആ ബ്രാഞ്ചില് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും പോലും ഉണ്ടായിരുന്നില്ല 2022 വരെ. ED അന്വേഷിക്കുന്ന കുറച്ചു മുമ്പ് വരെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഇല്ലാത്ത ഒരു അക്കൗണ്ട്, ഒരു ബാങ്ക്, അതിന് കോർ ബാങ്കിങ് ഇല്ലാത്ത മുഴുവൻ തട്ടിപ്പ് കാണിച്ചിരുന്ന ഒരു ബാങ്കിങ്ങും, അതിന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ബേസിക് ടെക്നോളജി ഇപ്പൊ ഒറാക്കിളോ അതുപോലത്തെയുള്ള ഒറിജിനൽ സാധനം പോലും സൂക്ഷിക്കാതെ വെറും ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് IT സാധനങ്ങൾ, അതിന്റെ സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഫുട് പ്രിന്റ് വരെ മാച്ചു കളഞ്ഞു. അതായത് ഈ കരുവന്നൂരുള്ള പാവങ്ങളുടെ കയ്യിലുള്ള ഒരു അവരുടെ SB പാസ്ബുക്ക്, ആ പാസ്ബുക്കിലുള്ള കാര്യങ്ങൾ തെളിവാണെന്ന് തെളിയിക്കണമെങ്കിൽ ബാങ്കിന്റെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിലും അതുപോലെ തന്നെ ബാങ്കിന്റെ കമ്പ്യൂട്ടറിലുമുള്ള രേഖകൾ പ്രകാരം ഈ SB പാസ്ബുക്ക് തെറ്റായിരിക്കും. അത് തെളിയിക്കേണ്ട ഗതികേട് വരെ EDക്ക് വരും. ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്ന വേറൊരു കാര്യം പറയാം. ഒരേ ബാങ്കിന്റെ അക്കൗണ്ട് വെച്ചുകൊണ്ട് ഒരേ ആധാരം വെച്ചുകൊണ്ട് 8ഓളം ലോണുകൾ, അതും വിവിധ ആളുകൾക്ക്. ഇതെല്ലാം EDയുടെ 10-40 പേരടങ്ങുന്ന ടീമിന് എങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും? ഏതാണ്ട് 400ഓളം അക്കൗണ്ടുകൾക്ക് ഇങ്ങനെ ലോൺ കൊടുത്തിരിക്കുന്നു. ഇതൊരു കൊള്ള മാത്രമല്ല, ഇതൊരു വിശാലമായ കൊള്ളയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് വളരെ സൂക്ഷ്മമായി ഇത്തരത്തിൽ കുശാഗ്ര ബുദ്ധിക്കാരായ IT ഓഫീസേഴ്സ് ഇരുന്ന് ചെയ്തിയ വലിയ തട്ടിപ്പ്. അതിന് തെളിവുകളില്ല. മുഴുവൻ കമ്പ്യൂട്ടറും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു, ക്ലീൻ ചെയ്തിരിക്കുന്നു. അതിനു മുമ്പ് ക്രൈം ബ്രാഞ്ച് കൂടെ വന്നിട്ട് ഉള്ള തെളിവുകൾ കൂടി നശിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം ഉള്ള വലിയ ഒരു തട്ടിപ്പാണ് ED പുറകെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കരുവന്നൂർ കേസ് അന്വേഷണം ഒരു ബ്രാഞ്ചിലെയല്ല, ഇതുപോലുള്ള പല ബ്രാഞ്ചുകളിലുമുള്ള തട്ടിപ്പ്. കരുവന്നൂർ കേസ് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് EDയുടെ ഏതാണ്ട് 47ഓളം കേസുകൾ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ആളുകൾ വളരെ തുച്ഛം കുറവാണ്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് കേസാണ്. ഫിനാൻഷ്യൽ കേസുകൾ ഒരൊറ്റ കാരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. കേസുകളിൽ അന്വേഷണം നടത്തുവാനായിട്ട് സ്വാഭാവികമായിട്ടും സമയം വേണ്ടി വരും. കാരണം എവിഡൻസ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ എവിഡൻസ്, അത് സംഘടിപ്പിക്കുകയും അത് ശരിയാണോ എന്ന് നോക്കുകയും ചെയ്യണം. എന്നിട്ട് അവസാനം പറയുന്നത് എന്താ, EDയുടെ കൺവിക്ഷൻ റേറ്റ് വെറും 2% എന്നൊരു ആർഗ്യുമെന്റ് കൂടി ഇവർ ചെയ്യും. നമുക്കറിയാം, BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് EDക്ക് ഏതാണ്ട് 600 സ്റ്റാഫ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 8000 സ്റ്റാഫ്, 1800 സ്റ്റാഫോളം ഇപ്പൊ EDക്കുണ്ട്.
ഇത്തരത്തിലുള്ള വലിയ സംഖ്യ ജനങ്ങളെ ഈ ഇഡിക്ക് കൊടുത്തിട്ടും ഇഡിയുടെ അന്വേഷണം സംഭവം നടന്നിട്ട് കോടതിയിലുള്ള കേസുകൾ, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇഡി കേസ് 100 നടത്തിയിട്ടുണ്ടെങ്കിൽ അത് 10 കേസാണ് വിധി വന്നിട്ടുണ്ടെങ്കിൽ 9 ഇഡിക്ക് അനുകൂലമായും വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് 100-9 ഇഡിക്ക് അനുകൂലമായി വിധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വെറും 9% ആണ് ഇഡിയുടെ കൺവിൻഷൻ റേറ്റ് എന്ന രീതിയിലാണ് ഇവിടെ കണക്ക് പറയുന്നത്. എത്ര കേസ് കോടതിയിൽ പോയി എന്ന് പറയുന്നില്ല, അതിൽ എത്ര കേസ് വിധി പറഞ്ഞു എന്ന് പറയില്ല, വിധി പറഞ്ഞതിൽ എത്ര എണ്ണം ഇഡിക്ക് അനുകൂലമായി എതിരായി എന്ന് ഇവർ കണക്ക് പറയില്ല. എന്നിട്ട് ടോട്ടൽ കേസിന്റെ എണ്ണം എടുത്തിട്ട് അതിന്റെ ഒരു വെറും 9% മാത്രമാണ് വിധി പറഞ്ഞ ഇഡിക്ക് അനുകൂലമായത് എന്ന് പറഞ്ഞ് ഇഡിക്ക് എതിരായി തിരിക്കുന്നു. ഇതെല്ലാം ഇത്തരത്തിലുള്ള നിഷ്കളങ്കമായ രാഷ്ട്രീയ പ്രവർത്തനമെന്നോ അതല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനമെന്നോ ഇവർ പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ജനൻ ടിവിയിൽ മാത്രമായിരിക്കും ഇത്തരം സമയം കിട്ടുകയും എക്സ്പ്ലെയിൻ കിട്ടുകയും, അതുകൊണ്ട് അവിടെയെങ്കിലും ഇത്തരത്തിൽ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ശരിയായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും എന്തുകൊണ്ടാണ് ഈ ഡിലേ വന്നതും എന്തുകൊണ്ടാണ് ഇഡിയുടെ അന്വേഷണത്തിൽ ഇത്തരം കാലതാമസം വന്നതെന്നും മനസ്സിലാക്കി വേണം നമ്മൾ ജനങ്ങൾ ഇത്തരത്തിലുള്ള കേസുകളെ മുന്നോട്ട് നയിക്കേണ്ടത് അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ടത്. അതിൽ ഒരു കൺഫ്യൂഷന്റെ ഭാഗമില്ല, കൃത്യമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. സമയം അതെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഡൊമൈനിലുള്ളതാണ്, അവർക്കെങ്കിലും അതിനെങ്കിലും അവകാശം കൊടുക്കണം എന്ന് മാത്രമാണ് പറയേണ്ടത്. ഞാൻ ഇഡിയുടെ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ അവരുടെ വക്താവോ അല്ല. ഇത്തരം അന്വേഷണങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നു, തെറ്റാണെങ്കിൽ തിരുത്തുവാനും ഞാൻ. ഡോക്ടർ ജയരാജ്, താങ്കൾ പറഞ്ഞു ദ കേസ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ഫ്ലിംസി ഗ്രൗണ്ട്സ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ശ്രീ ശിവശങ്കർ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഈ അന്വേഷണത്തിന് സ്റ്റേ അനുവദിച്ചില്ല? കർണാടക ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല, അതുപോലെ കേരള ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല. മാത്രമല്ല, ഈ എക്സാലോജിക് എന്ന കമ്പനി അത് കടലാസ് കമ്പനിയാണെന്ന് ആക്ഷേപിക്കുന്നു. ആ ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. ഈ എക്സാലോജിക് കമ്പനി ഇപ്പോൾ ഉണ്ടോ? അത് ഫങ്ഷണലാണോ? അതിൽ എത്ര ജീവനക്കാരുണ്ട്? അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഇതൊക്കെ എന്തുകൊണ്ടാണ് വെളിപ്പെടുത്താതെ ഇങ്ങനെ ഒളിച്ചൊളിച്ച് വെക്കുന്നത്? ഇതിനകത്ത് ഞാൻ ആദ്യമേ ഉന്നയിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ട്രാൻസ്പെറൻസി വേണം എന്ന് പറഞ്ഞത് ഇതിനകത്തുള്ള കംപ്ലീറ്റ് ഇവരുടെ അന്വേഷണ രീതികളും വെളിവാക്കണമെന്നല്ല. ഇവരെന്തായാലും സെലക്റ്റീവ് ലീക്കേജ് കൊടുക്കാറുണ്ടല്ലോ, പത്രക്കാർക്കടക്കം സെലക്റ്റീവ് ലീക്കേജ് കൊടുക്കാറുണ്ട്. അവർക്ക് ആവശ്യമുള്ള വാർത്തകൾ അവർ കൊടുക്കാറുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അതിനകത്ത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് സെലക്റ്റീവ് ലീക്കേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം. അതായിരിക്കാം ഇവരുടെ ഔദ്യോഗിക വേർഷൻ. താങ്കൾ എക്സാലോജിക്കിന്റെ ട്രാൻസ്പെറൻസിയെ കുറിച്ച് പറയൂ, അതിന്റെ സുതാര്യമായ പ്രവർത്തനത്തെ കുറിച്ച് പറയൂ. ചില കാര്യങ്ങളാണല്ലോ എക്സാലോജിക്കിന്റെ വിഷയം. എക്സാലോജിക്കിന്റെ PROയോ എക്സാലോജിക്കിന്റെ ഒരു സ്റ്റാഫോ അല്ല ഞാൻ. PRO മാത്രമല്ലല്ലോ, പറയാൻ പറ്റുന്നത് എക്സാലോജിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ താങ്കൾ അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. തീർച്ചയായിട്ടും ഞാൻ പറയാം. ഇതിനകത്ത് ഞാൻ പറയുന്നത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആണ്, AMC ആണ് ഇവരുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം അതാണ് ഇതിനകത്തുള്ള ഇത്. പിന്നെ ഇതിനകത്ത് എത്ര സ്റ്റാഫുണ്ട്? ഇനിയിപ്പോൾ ഈ 2 കോടിയുടെ ഓഫീസും 4 കോടിയുടെ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നത് ഞാൻ എക്സാലോജിക്കിൻ്റെ ഓഫീസ് കണ്ടിട്ടില്ല. പണ്ടൊരു പിണറായി വിജയൻ്റെ ഒരു വീട് ഞാൻ കണ്ടിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതിനകത്തൊക്കെ സർക്കുലേറ്റ് ചെയ്തിരുന്നത്. അതിപ്പോൾ എന്തായെന്ന് എനിക്കറിയാം. ഇതാണ് പിണറായി വിജയൻ്റെ രമ്യ ഹർമ്മയോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കമല ഇൻ്റർനാഷണലിനെ കുറിച്ച് കേട്ടിരുന്നു കുറേ നാൾ. പിന്നീട് അതൊക്കെ അങ്ങനെ ഒരു കമ്പനി പോലും ഇല്ല എന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്തു. അതുപോലെയാണ് ഈ കമ്പനികളുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇത് ഏതാണ്? നമ്മളെല്ലാം പോസ്റ്റ് ട്രൂത്ത് ഇറയിൽ ജീവിക്കുന്ന ആളുകളല്ലേ. ഇപ്പം ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കാത്ത ഒരു കാര്യം അല്ല, അറ്റ്ലീസ്റ്റ് ഞാനത് പോയപ്പോൾ ഞാൻ ശ്രമം നടത്തിയതാണ്, പറ്റിയില്ല. ഇപ്പോഴിത് പ്രവർത്തിക്കുന്നുണ്ടോ? കാണിക്കാറുണ്ടല്ലോ. എക്സാലോജിക് ഇപ്പൊ ഫങ്ഷണൽ അല്ല, പ്രവർത്തിക്കുന്നില്ല. ഇതിനകത്ത് ഒരു സംഭവം ഇങ്ങനെ അന്വേഷണം നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് അത് കൂടുതൽ നമ്മൾ അതിൽ നൂലാമലകളിലേക്ക് പോകണ്ട, അതവിടെ ഫ്രീസ് ആവട്ടെ. അതിനുശേഷം അന്വേഷണം നടത്തിയിട്ട് അന്വേഷണത്തിന് പൂർത്തിയായതിനു ശേഷം ചിലപ്പോൾ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റഡ് ആവുകയും ചെയ്തു, അത് വാർത്ത പുറത്തു വന്നതിന് ശേഷം.
എന്തിനാണ് സാർ അതൊരു വെബ്സൈറ്റ് എങ്ങനെയാണ് കാനഡയിൽ ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ്, പ്രോക്സി വെബ്സൈറ്റ്. അത് ഷോൺ ജോൺ തന്നെ പറഞ്ഞതാണല്ലോ. അത് ഷോൺ ജോൺ തന്നെ പറഞ്ഞതാണല്ലോ. ഷോൺ ജോർജ് തന്നെ പറഞ്ഞതാണ്, ഒരു ചൂണ്ടയിട്ട് നോക്കിയതാണെന്ന്. ഷോൺ ജോർജ് തന്നെ വെളിവാക്കിയ ഒരു സംഭവം പിന്നെ എടുത്തിടുന്നത് എന്തിനാ? ഷോൺ ജോർജ് തന്നെ പറഞ്ഞാണ് ഞാനൊരു ചൂണ്ടയിട്ട് നോക്കിയതാണ്. ഒരു പ്രോക്സി വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ആർക്കാണ് പറ്റാത്ത? ഏത് രാജ്യത്ത് ആർക്ക് വേണേലും പറ്റും. അതിന് വലിയ IT വിദഗ്ധനാവേണ്ടുന്ന കാര്യമൊന്നുമില്ല. ആര് ഓപ്പൺ ചെയ്തെന്നാ പറയുന്നത്? ഷോൺ ജോർജ് തന്നെ പറഞ്ഞ ഞാനൊരു ചൂണ്ടയിട്ട് നോക്കിയതാ കൊത്തുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെളിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത് മാത്രമല്ല, കാനഡയിൽ ഓഫീസിന്റെ കാര്യം മാത്രമല്ല, എക്സാലോജിക്കിന്റെ മെന്ററിന്റെ കാര്യമൊക്കെ വിദേശത്തല്ല, ഇനി ലോകമെമ്പാടും ബ്രാഞ്ചസ് തന്നെ ഉണ്ടാക്കാം. നമ്മൾ ഈ പറയുന്ന സൈബീരിയയിലാണ് ബ്രാഞ്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെക്കോസ്ലോവാക്യയിൽ ബ്രാഞ്ച് ഉണ്ടാക്കാം. എക്സാലോജിക്കിന്റെ മെന്ററെ കുറിച്ച് വെർച്വൽ റിയാലിറ്റിയാണ്. അറിഞ്ഞൂടാത്തല്ലോ, പിന്നെ അറിഞ്ഞുകൊണ്ട് അറിയാതെ വന്നപ്പോൾ കാരണം എന്താ, മെന്ററുടെ കണക്ഷൻ വേറെയാണ്. അപ്പോൾ ഇതിൽ ട്രാൻസ്പെറൻസിയെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ഡോക്ടർ ജയരാജ് എന്തുകൊണ്ട് സുതാര്യത ഉറപ്പുവരുത്തണം എന്ന് എന്തുകൊണ്ട് താങ്കൾ വാദിക്കുന്നില്ല? അത് പറ. എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയല്ല, എല്ലാ കമ്പനികളും അതിന്റെ പ്രൈവറ്റ് ഡൊമൈൻസ് ഉണ്ട്, പബ്ലിക് ഡൊമൈൻസ് ഉണ്ട്. ഇത് പബ്ലിക് ആക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് IT കമ്പനികളെല്ലാം ഒന്നും ഈ പറഞ്ഞ കണക്കൊരു ട്രാൻസ്പെറന്റ് ഒന്നും അല്ല. അവരുടെ ആക്ടിവിറ്റീസ് ഒന്നും ട്രാൻസ്പെറന്റ് ഒന്നും അല്ല. ഏത് IT കമ്പനിയുടെ ട്രാൻസ്പെറന്റ്? പിന്നെ ലീഗലി ഓരോ രാജ്യത്തുള്ള ലീഗൽ അനുസരിച്ച്, നിയമങ്ങൾ അനുസരിച്ച് അവർ കൃത്യമായിട്ട് അത് കൊടുക്കും. ഇപ്പൊ USB ഗ്ലോബലിന്റെ എന്താ ആക്ടിവിറ്റിയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും? അത് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾക്ക് എങ്ങനെയാണ് അത് പൊതുജനങ്ങൾക്ക് ഞങ്ങൾ ഇന്ന പ്രോജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ന സാധനങ്ങളാണ് ചെയ്യുന്നത്, ഇന്ന ക്രയവിക്രയമാണ് ചെയ്തുകൊണ്ടിരുന്നത് തുറന്നിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പല കമ്പനികളും അങ്ങനെ തന്നെയാണ്. പിന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് പുറത്ത് പറയാവുന്ന കാര്യങ്ങൾ പുറത്ത് പറയുകയും അല്ലാതെ അവർക്ക് രഹസ്യമായിട്ട് അവർക്ക് കീപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ബിസിനസ് സീക്രട്ട് അല്ലേ അതൊക്കെ, അത് പുറത്ത് പറയാൻ പറ്റുമോ? അത് അങ്ങനെ എല്ലാ കമ്പനികൾക്കും അത് ബാധകമാണ്. അങ്ങനെ രക്ഷപ്പെട്ടു പോരുത്. അങ്ങനെയാണെങ്കിൽ മെന്ററിന്റെ പേര് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു? ഇതിലെ ഡയറക്ടർമാർ ആരും അല്ല, അതിലെങ്കിലും ഒരു സുതാര്യത. ഞാൻ പറഞ്ഞു അഡ്വൈസറി ബോർഡ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു അഡ്വൈസറി ബോർഡ് വെക്കുന്നു, നമ്മൾ 2-3 പേരെ വിളിച്ച് വെക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നു, അതിനകത്ത് അഡ്വൈസറി ബോർഡിൽ സാറിൻ്റെ പേര് വെച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ എനിക്കറിയാവുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ സമ്മതിക്കും. അല്ലെങ്കിൽ പക്ഷേ നാളെ ഒരു കേസിൽ ഇടപെടുകയാണെങ്കിൽ എൻ്റെ പേര് ടെയിൻറ്റഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ബോർഡ് തീരുമാനിക്കും ഇന്ന ആളുടെ പേര് ഒഴിവാക്കിയേക്കാം എന്ന് തീരുമാനിക്കും. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് മെന്ററായിട്ട് വെച്ചെന്ന് പറഞ്ഞ് ജീവിതകാലം മൊത്തം ആജീവനാന്ത മെന്റർ എന്ന് വല്ലതും ഉണ്ടോ? മറ്റേ NGO കരുണാകരൻപിള്ളയുടെ കാര്യം പറഞ്ഞ ആജീവനാന്ത പ്രസിഡന്റ് എന്നുള്ള സംവിധാനം ഒന്നും ഇല്ലല്ലോ. മെന്റർഷിപ്പ് എന്നൊക്കെ പറയാൻ നടക്കല്ലേ. അപ്പൊ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആജീവനാന്ത മെന്റർ ഒന്നും ഇല്ല. മെന്റർമാര് മാറും ഓരോ കാലഘട്ടത്തിലും ഗ്രോത്ത് അനുസരിച്ച്. ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ ഞാൻ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്താ സംശയം? എന്താ അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ വീണ വിജയന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് സാർ? ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ? പറ. IT ഫീൽഡിൽ എത്ര കാലം അവർ പ്രവർത്തിച്ചിട്ടുണ്ട്? മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ടപ്പ് ഇവിടെ തുടങ്ങാം. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് വരെ എടുത്തു പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാർട്ടപ്പ് കൂടുതലാണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതിനുള്ള. അപ്പം സ്റ്റാർട്ടപ്പ് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. അത് IT രംഗത്ത് എത്രയോ കമ്പനികളുണ്ട് ഇവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങും. ചിലത് ഫംഗ്ഷനിങ് ആണ്, ചിലത് നോൺ ഫംഗ്ഷനിങ് ആണ്, ചിലത് ഒരാൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റുമോ? വഴിയെ പോകുന്ന ഒരാൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഏതാണ് പിന്നെ ഇവരുടെ കളരി ഏതായിരുന്നു? രവി പിള്ളയുടെ സ്ഥാപനമായിരുന്നു അല്ലേ? എന്തോ സംതിങ് RP ടെക്നോളജീസ്. യെസ്, അവിടെ ഇവരുടെ പോസ്റ്റ് എന്തായിരുന്നു? മോശം കമ്പനിയാ? അല്ല, മോശം കമ്പനിയാണോ അത്? മോശം കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിച്ച് പുറത്തിറങ്ങിയ ഒരാൾ എങ്ങനെയാണ് സാർ പെട്ടെന്ന് അതിൻ്റെ തലപ്പത്തെത്തുന്നത്? നിങ്ങളെത്തുമോ? നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഇത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ നിങ്ങൾ പെട്ടെന്ന് കോളേജിന്റെ പ്രിൻസിപ്പൾ ആവുമോ? നിങ്ങളെ ആക്കുവോ?
അങ്ങനെയല്ലല്ലോ, ഇത് കമ്പനി തുടങ്ങുന്നുണ്ട്. ഞാൻ തുടങ്ങുന്ന കമ്പനിക്ക് ആരായിരിക്കണം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ആരാണ് ചീഫ് ഓപ്പറേഷൻ ഓഫീസർ, ആരാണ് മാർക്കറ്റിംഗ് മാനേജർ തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടാവും, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾക്ക് ഓരോ. ഇത് അങ്ങനെയല്ലല്ലോ, ഇത് എന്താണിത്? ഇത് കടലും കടലാടിയും പോലുള്ള വ്യത്യാസമല്ലേ? അങ്ങനെ ഒരു സിസ്റ്റം ആണോ? അങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഉള്ള സ്ഥലമാണോ ഒരു കമ്പനി എന്ന് പറയുന്നത്? ഒരു കമ്പനി ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആ കമ്പനിയുടെ ജനറൽ മാനേജർ അയാളായിരിക്കും. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ ജനറൽ മാനേജറായിട്ട് അയാൾ തന്നെ ആയിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വേറെ ആളായിരിക്കും. ഇപ്പം ജനം ടിവിയുടെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഓപ്പറേറ്റീവ് ഓഫീസർ. ഇവരെല്ലാം ഹൈറാർക്കിക്കൽ ഓർഡറിലൂടെ കയറി വന്നവരാണോ? അല്ലല്ലോ. ക്വാളിഫിക്കേഷൻ വീണാ വിജയൻ ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ? ചെയ്യാൻ പണം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ട്, MCA ഉണ്ട് അവർക്ക്. തലപ്പത്തെത്തി. മാത്രമല്ല പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രം കമ്പനി തുടങ്ങി. ഇതിനൊക്കെയുള്ള പണം എവിടുന്നാണ് സാർ? ശരിയല്ല, ശരിയല്ല. കമല ടീച്ചറുടെ പെൻഷൻ കൊണ്ടൊന്നും എക്സാലോജിക്ക് പോലുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല. പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് അരി ആഹാരം കഴിക്കുന്നവർക്കറിയാം. ദുരൂഹമായിട്ടുള്ള ഒരു ഇടപാടാണ്. ആ ദുരൂഹമായിട്ടുള്ള ഇടപാടുകളിൽ ഓരോ ഇടപാടും സത്യം പുറത്തു വരുമ്പോ നിങ്ങൾ ഇങ്ങനെ അന്താളിച്ച് നിൽക്കും. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ED ഇനി ക്ലിഫ് ഹൗസിലേക്ക് പെട്ടെന്ന് എന്നെ ആഗ്രഹിക്കുന്നത് എത്തും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? ക്ലിഫ് ഹൗസിലോ അറസ്റ്റ് ചെയ്യോ ജയിലിലിടോ എന്ത് വേണമെങ്കിൽ ചെയ്യുന്നേ. ഇതിനകത്ത് യാതൊരു സംശയമില്ല. ആർക്കും ഇവിടെ ഭയമൊന്നുമില്ല. ഇവിടെ ഭയക്കുന്നത് BJP ആണ്, ഭയക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള വിഷയമാണ്. അത് തിരിച്ചു കൊടുക്കാൻ പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാവുന്ന വിഷയമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടി, ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ. എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന, വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നീട് എനിക്ക് 2-3 മറുപടി കൂടെ പറയാനുണ്ട്, അതിനൂടെ ഒരു അവസരം തരുമോ? CPM ഇത്രയും ആസ്തി ഉണ്ടാക്കിയത് ബക്കറ്റ്. അത് ഞാനൊന്ന് പറയട്ടെ, ഒന്ന് ഞാൻ പറയട്ടെ. സാന്റിയാഗോ മാർട്ടിൻ ദേശാഭിമാനിക്ക് വാരിക്കോരി കൊടുത്തില്ലേ? എത്ര കോടികൾ നമ്മുടെ മുന്നിലില്ലേ? നിങ്ങളിപ്പോ നിങ്ങൾക്ക് എവിടുന്നാണ് സാർ ഇവിടെ ഈ ഇലക്ട്രൽ ബോണ്ട് ഒരു വളരെ നിങ്ങൾ കാറ്റത്ത് കൊടുങ്കാറ്റടിച്ച് ആന മാറിപ്പോയി എന്ന് പറയുന്ന ശീലവാറിയ മാത്രം ഒതുങ്ങി കഴിയുന്ന എത്ര കോടികളുടെ ആസ്തിയാണ് ഈ ആസ്തികൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് സ്വന്തമായ ഓഫീസുകൾ, ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകൾ, ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ, ഏരിയ കമ്മിറ്റി ഓഫീസുകൾ, ഇതൊക്കെ നിങ്ങൾ ബക്കറ്റ് പിരിവിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയതാണോ? ആണോ? ആ പിരിവിൽ നിന്ന് മാത്രമാണോ? ഇത് ജനങ്ങളുടെ സ്വീകരിച്ചിട്ടില്ല. അല്ലാതെ ആരുടെയും കയ്യിൽ നിന്ന് ബോണ്ട് മേടിച്ചിട്ടൊന്നും ഉണ്ടാക്കിയ പാർട്ടിയൊന്നുമല്ല. മസാല ബോണ്ട വാങ്ങിയതിൽ ഇപ്പോൾ ഒരാളെ വീണ്ടും ED സമൻസ് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ EDയുടെ മുമ്പിൽ എന്തിനാ ഹാജരാകാൻ ഇത്ര വലിയ ഇലക്ട്രൽ ബോണ്ടുമായിട്ട് എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? മറുപടിയില്ലെങ്കിൽ എന്തിനാണ് സാർ ED എത്ര കാലമായി സമൻസ് അയക്കുന്നു? ചെന്നിട്ടാണ് മസാല ബോണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് മസാല ബോണ്ട് എടുത്തത്. മസാല ബോണ്ടിനെയും കിഫ്ബിയെയും കടമെടുപ്പിന്റെ പരിധിയിൽ കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരാണ്. TM തോമസ് ഐസക് ഏപ്രിൽ 2-ാം തീയതി EDയുടെ മുന്നിൽ ഹാജരാകുമോ? കാൻഡിഡേറ്റ് ആണ്, സമയവും സൗകര്യമുണ്ട്, ചിലപ്പോൾ ഹാജരാകുമായിരിക്കും. അല്ലെങ്കിൽ എന്ത് കാരണത്തിനാണ് ഹാജരാകുന്നത് എന്നുള്ള റീസൺ എന്താണ്, റീസൺ എന്ന് കാണിക്കാത്ത എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ റീസൺ എന്ന് പറയാത്ത എന്തുകൊണ്ട്? അത് ഓരോന്നായി പുറത്തു വരുന്നുണ്ട്. എന്ത് കാരണത്താണ്? ചുമ്മാ ഒരാളെ പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പക്ഷെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ കേന്ദ്ര ഏജൻസികളെ ഇറക്കി ഒരു ഭയമില്ല. ഭയമുള്ളത് BJPക്കാണ് അധികാരത്തിൽ തുടരാൻ പറ്റുമെന്നുള്ള ഭയം. ഒതുക്കാനുള്ള തന്ത്രമാണ് എന്ന വ്യാഖ്യാനത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുറിച്ച് പറഞ്ഞല്ലോ, ഷോൺ ജോർജ് പറഞ്ഞല്ലോ, ആ പാവമണികളെ നിങ്ങൾക്ക് ഇപ്പോ പറ്റിക്കാം, പക്ഷേ എന്നും പറ്റിക്കാമെന്ന വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട. ഡോക്ടർ ജയരാജ്. ശ്രീ ഹരിദാസ്, കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് അഹങ്കരിക്കുന്ന ഒരു വ്യവസായ മന്ത്രി രാജീവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണാ വിജയൻ, മുഖ്യമന്ത്രിയുടെ മകൾ, ഇവിടെയല്ലേ സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ടത്? അവർ ബാംഗ്ലൂരിൽ പോയി തുടങ്ങേണ്ട കാര്യം എന്താ? അപ്പോൾ അതിൽ എല്ലാത്തിലും സുതാര്യത ആവശ്യപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്ക് ഇക്കാര്യത്തിൽ സുതാര്യത വേണ്ട, അതിന് അദ്ദേഹത്തിന് യാതൊരു നിർബന്ധവുമില്ല, എങ്ങനെയെങ്കിലും നടത്തിക്കൊള്ളട്ടെ.
അതിലേക്ക് അത് കൃത്യമായിട്ട് കേരളത്തിലെ ഈ ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഏറ്റവും ക്രൂര പീഡനത്തിനിരയായ ഒരു വ്യക്തിയാണ് ഞാൻ. 22 കൊല്ലം ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് പല രാത്രികളിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഈ ട്രേഡ് യൂണിയനിസം കൈകാര്യം ചെയ്യാൻ പറ്റാണ്ട് അത് ചെയ്യേണ്ട വ്യക്തി ഞാനാണ്. ഇവന്മാർക്ക് കാശ് വാരിക്കോരി കൊടുത്ത് മടുത്ത് അവസാനം ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് വിചാരിച്ച ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ വീണ വിജയൻ ഈ സ്റ്റാർട്ടപ്പ് കേരളത്തിൽ തുടങ്ങാതിരുന്നത് ഇവിടുത്തെ ട്രേഡ് യൂണിയനിസം ഭയന്നിട്ടാണോ, അതും CITU എന്ന് പറയുന്ന ട്രേഡ് യൂണിയനിസം ഭയന്നിട്ടാണോ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് സിനാലിൻ നമ്പ്യാർ. അപ്പോൾ ഇവിടെ ശ്രീ ജയരാജും പറഞ്ഞു, അതുമാതിരി തന്നെ ഇവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയും ഇവിടുത്തെ വാതിലുകൾ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഏകജാലക സംവിധാനത്തിലൊക്കെ ഉണ്ടായിട്ടും ഇവർ പോയിട്ട് ഈ ബാംഗ്ലൂർ മറ്റേ സ്റ്റാർട്ടപ്പ് തുടങ്ങിയതിൻ്റെ നമ്മൾ പറയില്ലേ ആ മനോവികാരം എത്ര തന്നെ ആലോചിച്ചിട്ടും എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ശ്രീ ജയരാജ്, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് പൂട്ടാൻ വേണ്ടി തുടങ്ങിയ ഒരു കമ്പനിയാണ് ഈ എക്സാലോജിക്. അതിലൊരു സംശയവുമില്ല. അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് ഒരു മകൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്നു. പിറ്റേ ദിവസം 70 ലക്ഷം രൂപ ബാങ്ക് ലോൺ വന്നിട്ട് ഈ അക്കൗണ്ടിലേക്ക് വീഴുന്നു. ഇതിൻ്റെ നമ്മൾ പറയില്ലേ, ഇതിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു കോപ്പി കിട്ടിയതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 68 ലക്ഷം രൂപ 4 മാസം കൊണ്ട് ശമ്പളം കൊടുക്കുന്നു. ആർക്ക് കൊടുത്തു എന്നുള്ളത് അതിൽ കണക്കില്ല. 68 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളും ഇത്തരത്തിലുള്ള വിജയഗാഥകളൊക്കെ രചിച്ചുകൊണ്ട് ഈ കമ്പനി വളരെ വേഗം പൂട്ടിക്കെട്ടുന്നു. ശ്രീ ജയരാജ്, താങ്കളൊരു കാര്യം മനസ്സിലാക്കുക, MK ഹരിദാസിൻ്റെ മകളല്ല ഇത് ചെയ്തിരിക്കുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകള് തൊട്ടയൽ സംസ്ഥാനത്ത് പോയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയിട്ട് അതൊരു കൃത്യസമയത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ദുരൂഹമായിട്ടുള്ള പണമിടപാടുകൾ നടത്തിയിട്ട് അത് പൂട്ടിയെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള, ഞങ്ങൾ പറയുന്നു സീസറിൻ്റെ ഭാര്യ പരിശുദ്ധയാകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മന്ത്രി രാജിവെച്ച ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകള് സീസറിൻ്റെ ഭാര്യയെ പോലെ തന്നെ പരിശുദ്ധയായിരിക്കണം. കാരണം അവർ മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല, അവരൊരു സംസ്ഥാനത്തിൻ്റെ ഒരു PWD മിനിസ്റ്ററുടെ ഭാര്യ കൂടിയാണ്. അത് സാധാരണക്കാരെ പോലെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇതൊക്കെ സാധാരണ സംഭവിക്കാറുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് തള്ളേണ്ട ഒരു വിഷയമല്ല അത്. അവരെ ജനങ്ങൾക്ക് മുന്നിൽ അവർ ക്ലിയർ ആയിരിക്കണം. ഈ നിരോധിച്ച കരിമണൽ ഖനനം മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 1,72,00,000 രൂപ വീണ വിജയൻ എന്നവർക്ക് ഈ കരിമണൽ കർത്ത കൊടുത്തതാണെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഒരടക്കി പിടിച്ച സംസാരമുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപൂർണമായ ഉത്തരവാദിത്വം ശ്രീ പിണറായി വിജയനാണ്, CPM-നാണ്, അതുപോലെ തന്നെ ശ്രീമതി വീണ വിജയനുള്ളതാണ്. ഇവിടെ താങ്കൾ വളരെ ലാഘവമായിട്ട് പറഞ്ഞു ഇതൊരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് കൊടുത്തിട്ടുള്ളതാണെന്ന് സംസാരമധ്യേ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഈ എഗ്രിമെൻ്റ് പുറത്ത് വിട്ടാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്. ഇനി അതുമല്ല, ശ്രീ AK ബാലൻ പറഞ്ഞത് എന്താ, ഇതിന് GST അടച്ചിട്ടുണ്ട്. GST അടയ്ക്കണമെങ്കിൽ 39C എന്ന, ഞാനൊരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്, ആ ബില്ലിൻ്റെ മുകളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. GST വകുപ്പിൻ്റെ 39C എന്ന പ്രകാരമാണ് ഈ അത്തരത്തിലുള്ള ബില്ലുകൾക്ക് മാത്രമേ GST അടയ്ക്കാൻ പറ്റുള്ളൂ. ഈ 1.72 കോടി രൂപ കൈപ്പറ്റിയതിന് ഒരു ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവോയ്സിൻ്റെ കോപ്പി പുറത്തു വിട്ടാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതും പുറത്തു വിടുന്നില്ല, ഈ കരാറും പുറത്തു വിടുന്നില്ല, അന്വേഷണ ഏജൻസികളുമായിട്ട് സഹകരിക്കുന്നില്ല, അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി കോടതികളിൽ പോയിട്ട് സ്റ്റേ ഓർഡറിന് വേണ്ടി ശ്രമിക്കുന്നു. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മലബാർ സിമൻറ്റിലെ കോടികളുടെ കൊള്ളയും ഒരു 2 പിഞ്ചുകുട്ടികളും ഒരു വ്യക്തിയും മരിക്കാൻ സാഹചര്യം ഒരുക്കിയത് ഒരു ചാക്ക് രാധാകൃഷ്ണനാണ്. ചാക്ക് രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കളെ ചുറ്റിപ്പറ്റിയല്ല. അതും വന്നിരിക്കുന്നത് CPM നേതാക്കളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു കരിമണൽ ശശിധരൻ കർത്തായുടെ പേരിൽ ഒരു കരിമണൽ ആരോപണം വന്നിരിക്കുന്നത് ഒരു KSIDC എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പേരിലാണ്. മലബാർ സിമൻറ്റും ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു, KSIDCയും ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പണ്ട് ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട്. അതായത് കുത്തക ബൂർഷ്വാ മുതലാളിമാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇത്തരത്തിലുള്ള പ്രവണതകൾ മുളയിലെ നുള്ളിക്കൊണ്ട് മുൻപോട്ട് പോകാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഇതിനെ എല്ലാവരും കൂടി ന്യായീകരിച്ച് വെളുപ്പിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമല്ല ഇത് എന്നുള്ള കാര്യം ദയവ് ചെയ്ത് മനസ്സിലാക്കുക. മൊത്തത്തിൽ ഉഡായിപ്പുകളാണ്. ആ ഉഡായിപ്പുകളൊക്കെ ED അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. സമയമെടുത്താലും ഈ തെറ്റ് ചെയ്തവരെ എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് സാധിക്കും എന്ന ഉറച്ച വിശ്വാസം ഉണ്ട്. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർ